ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രിഞ്ചോൾ വെച്ചിട്ടൊരു ഗ്രേവി ആയിട്ടുള്ളൊരു കറി പോലത്തെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബ്രിഞ്ചോൾ മസാല എന്നും പറയാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രിഞ്ചോൾ ഞാനിവിടെ ഒരു 4 മീഡിയം സൈസിലുള്ള ബ്രിഞ്ചോൾ എടുത്ത് നല്ലോണം വാഷ് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: സവാള, ഒണിയൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ തക്കാളി 1 എണ്ണം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കാഷ്യൂ അത് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, പെരിഞ്ജീരകം അത് ഒരു 1/2 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ സാധാരണ ജീരകം അതൊരു 1/4 ടീസ്പൂൺ, 2 പട്ട, ഒരു 2 ഗ്രാമ്പു, 5 ഏലക്ക. ഇത്രയും നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടതാണ്. പിന്നെ അത് ഉണ്ടാക്കിയിട്ട് നമ്മളത് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം ഇതൊക്കെ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഗാർലിക് പേസ്റ്റ് വേണം, ചതച്ചത് ഉണ്ട്. പിന്നെ ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, അതായത് ജിഞ്ചർ. വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്, ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരിഞ്ജീരകം വേണം, മല്ലിയില വേണം, പിന്നെ കറിവേപ്പില. ഇത്രയുമാണ് വേണ്ടത്. പൊടികൾ, അതായത് മസാല പൗഡർ, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയെല്ലാം നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അതിനോടൊപ്പം പറയാം. ഫസ്റ്റ് നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇത് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മളതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം, അതായത് ബ്രിഞ്ചോൾ. അതാദ്യം ചെയ്യാം. ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രിഞ്ചോൾ ആഡ് ചെയ്യണം. ഒരു 90% ബ്രിഞ്ചോൾ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് 10% നമ്മുടെ മസാലയിൽ ഇരുന്ന് കുക്ക് ചെയ്താൽ മതി. അതുമാതിരി നല്ലോണം എണ്ണയിലിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കളർ ചേഞ്ച് ഇപ്പോൾ കണ്ട നല്ല ഡാർക്ക് മെറൂൺ പോലത്തെ കളറാണ്, വയലറ്റ് കളറാണുള്ളത്. ഇനിയിപ്പോൾ ഇത് നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലോണം ഫ്രൈ ആവണം. നമ്മുടെ വഴുതനങ്ങ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഈ എണ്ണയിലെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നാൽ ബാക്കിയുള്ള എണ്ണയിൽ പട്ട ഇട്ടിട്ടുണ്ട്, ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്, ഏലക്ക ഇട്ടിട്ടുണ്ട്, പിന്നെ പെരിഞ്ജീരകം ആഡ് ചെയ്യാണ്. വഴുതനങ്ങ വറുത്ത ഇതിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന പട്ട, ഗ്രാമ്പ്, ഏലക്ക, ജീരകം, പെരിഞ്ജീരകം എല്ലാം ഇട്ട് നല്ലോണം ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സവാള ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ആയി വരും. ജസ്റ്റ് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇതിലേക്ക് കാഷ്യൂ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരുന്ന കാഷ്യൂ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നല്ലോണം ഫ്രൈ ചെയ്ത് തക്കാളി ആഡ് ചെയ്ത് ഇതും കൂടെ ഇതിലേക്ക് നല്ലോണം നമുക്ക് ഫ്രൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് വാടി വരും. ഗ്രേവി ആക്കാൻ വേണ്ടി ഇതിലേക്ക് ഇട്ടിരുന്ന ഒന്നുകൂടെ പറയാം: പട്ട, ഗ്രാമ്പ്, ഏലക്ക, ജീരകം, പെരിഞ്ജീരകം, പിന്നെ സവാള ഇട്ടിട്ടുണ്ട്, പിന്നെ കാഷ്യൂ ഇട്ടിട്ടുണ്ട്, തക്കാളി ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഗ്രേവി ആക്കാൻ എടുക്കുന്നത്. ഇത് നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമ്മുടെ മിക്സിയിലിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പേസ്റ്റ് ആകരുത്, അല്ലാതെ നമ്മൾ ഒരു ഗ്രേവി പോലെ ആക്കിയിട്ടെടുക്കണം. അത് എടുത്തിട്ടുണ്ട്. ഈ രൂപത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. കണ്ടോ, ഇത്രയും നമുക്ക് ആയാൽ മതി. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. ഈ ഇഞ്ചി, വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യും. ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഫ്രൈ ചെയ്ത് ഇപ്പോഴാണ് ഇതിലേക്ക് നമ്മൾ പൊടികൾ ആഡ് ചെയ്യുന്നത്. കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, കുറച്ച് മസാലപ്പൊടി. ഇതെല്ലാം ഇതിലിട്ട് നല്ലോണം
ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രിഞ്ചോൾ, അതായത് വഴുതനങ്ങ ആഡ് ചെയ്യാം. വഴുതനങ്ങ ആഡ് ചെയ്യണം. ഇനി ഈ മസാലയിൽ എല്ലാം കൂടെ നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റ്സ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ബ്രിഞ്ചോൾ 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഗ്രേവി എല്ലാം നല്ല തിക്കായിട്ട് കണ്ടോ. ഇനി നമുക്കിത് സർവിങ് ബോളിലേക്ക് മാറ്റാം. നമ്മുടെ ബ്രിഞ്ചോൾ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഉള്ളത്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് എല്ലാ സാധനങ്ങളും നമ്മളൊരു പ്ലേറ്റിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വഴുതനങ്ങ മുറിച്ച് വെക്കുക, സവാള എല്ലാം മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു 12 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. താങ്ക് യു.